ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. കഫൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് സാമൂഹ്യ ബാധ്യതയിൽപ്പെട്ട മൂന്നാമത്തെ കാര്യം മയ്യത്തിൻ്റെ പേരിൽ നിസ്കരിക്കുക എന്നുള്ളതാണ്. കുളിപ്പിച്ചതിന് ശേഷമല്ലാതെ നിസ്കരിക്കാൻ പാടില്ല, നിസ്കാരം സഹീഹാവുകയില്ല എന്ന് ഇന്നലെ നാം പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ കഫൻ ചെയ്യാതെ നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹാകുമെങ്കിലും അത് കറാഹത്താണ്. അതുകൊണ്ട് കഫൻ ചെയ്തതിന് ശേഷമാണ് നിസ്കരിക്കേണ്ടത്. തുഹറ് മുന്തുക എന്നത് ഷർത്താണ്. അതുകൊണ്ട് കുളിപ്പിക്കൽ എന്തായാലും നടന്നിരിക്കണം. കഫൻ ചെയ്തില്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ നിസ്കരിക്കാം. പക്ഷേ പൂർണ്ണമായ കഫൻ ചെയ്തതിന് ശേഷമാണ് നിസ്കരിക്കാൻ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ കറാഹത്താണെന്ന് മഹാന്മാരായ ഫുഖഹാവ് പറയുന്നു. ഇപ്പോൾ ഗൾഫിൽ ഒരാൾ മരിച്ചു, വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ജുമാൻ്റെ മുമ്പ് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഇനിയിപ്പം മറമാടിയിട്ടില്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇവിടെ വായിബായ നിലയിൽ മയ്യത്ത് നിസ്കരിക്കാം. പക്ഷെ കുളിപ്പിച്ചിട്ടില്ല എന്നറിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാൻ പാടില്ല. ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ഒക്കെ ശുദ്ധിയാകണമല്ലോ. അപ്പോൾ മയ്യത്ത് കുളി എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ ഉണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് ആ മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ. മറമാടണം എന്നാലേ വായുബായി നിസ്കരിക്കാവൂ എന്നില്ല. ഏതായിരുന്നാലും കഫൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സാധാരണ നമ്മൾ മയ്യത്തെടുത്ത് പള്ളിയിൽ കൊണ്ടുപോകും. പള്ളിയിൽ മയ്യത്ത് നിസ്കരിക്കുക എന്നത് പ്രത്യേകം സുന്നത്താണ്. അതുകൊണ്ടാണ് പള്ളി കൊണ്ടുപോകുന്നത്. മയ്യത്ത് നിസ്കാരം നമ്മളെ വീട്ടിൽ വെച്ച് നിർവഹിക്കാം, മൈതാനിയിൽ വെച്ച് നിർവഹിക്കാം, പീഡികത്തിണ്ടയിൽ വെച്ച് നിസ്കരിക്കാം, എവിടെ നിസ്കരിക്കാം. പ്രത്യേകിച്ച് സുജൂദൊന്നും ഇല്ലാത്തതുകൊണ്ട് വൃത്തിയുള്ള ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് അതിൻ്റെ മേലെ നിസ്കരിക്കുകയാണെങ്കിൽ ഇപ്പോൾ കുഴപ്പമില്ലല്ലോ. ചെരുപ്പ് നമ്മൾ ധരിക്കുന്ന ഭാഗം, കാല് തട്ടുന്ന ഭാഗം എന്തായാലും ശുദ്ധി ഉണ്ടാവും. പിന്നെ അതിൻ്റെ അടിയല്ല ഉള്ളത്. അത് നമ്മളത് വഹിക്കാതിരുന്നാൽ മതി. അപ്പോൾ അതിൻ്റെ മേലെ ഇരുന്നാൽ പ്രശ്നമില്ല. അപ്പം മയ്യത്ത് നമ്മൾ സുജൂദ് ഇല്ലാത്തതുകൊണ്ട് മയ്യത്ത് നിസ്കാരം എവിടെ നിന്ന് നിർവഹിക്കാം. മൈതാനിയിലൊക്കെ നമ്മൾ നിസ്കരിക്കുന്നുണ്ടല്ലോ. പക്ഷെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുക എന്നത് പ്രത്യേകം സുന്നത്താണ്. അതുകൊണ്ട് പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിക്കുന്നു. ശാഫിഈ മദ്ഹബുകാരെ സംബന്ധിച്ചിടത്തോളം മയ്യത്ത് നജസല്ല. അതുകൊണ്ട് പള്ളിയുടെ ഉള്ളിൽ കയറി തന്നെ നിസ്കരിക്കും. ഹനഫിക്കാർക്ക് റൂഹ് പോയാൽ പിന്നെ ജീവികളാണെങ്കിലും മനുഷ്യനാണെങ്കിലും ശരി അത് ശവമായി കഴിഞ്ഞു. അതുകൊണ്ട് ആ ബോഡി ശുദ്ധിയില്ലെന്നാണ് അവർ പറയുന്നത്. നമ്മൾ പള്ളിയിൽ കയറൂല. നമ്മുടെ പള്ളിയുടെ മുമ്പിലുള്ള ആ ചെരുവുണ്ടില്ലേ, മുമ്പിലുള്ള ആ പന്തൽ, ഇതുപോലത്തെ ഒരു വിശാലമായ മൈതാനി എല്ലാ ഹനഫിക്കാര പള്ളിയുടെ മുമ്പിലുണ്ടാവും. കണ്ടില്ലേ? അതിൻ്റെ കാരണം മയ്യത്ത് വരുമ്പോൾ നിസ്കരിക്കാനുള്ള ഒരു ഇടമായി അവർ കാണുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നരസ് പുരളാനുള്ള വല്ല സാധ്യതയും ഉണ്ടെങ്കിൽ നമ്മൾ പള്ളിയിൽ കയറ്റൂല. അതില്ലാത്ത കാലത്തോളം പള്ളിയിൽ കയറി നിസ്കരിക്കുന്നതാണ് നല്ലത്. അവൻ കഫൻ ചെയ്തതിന് ശേഷം ഉടനെ പിന്നെ നിസ്കാരത്തിലേക്കുള്ള ഒരുക്കമായി. ഇപ്പോൾ ചിലയിടങ്ങളിലെല്ലാം പുരുഷന്മാർക്ക് മുമ്പിൽ സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കുന്ന ഒരു സമ്പ്രദായം ചിലയിടങ്ങളിലെങ്കിലും ഉണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഇവിടെ നിന്നുള്ളതായിട്ട് കേട്ടിട്ടില്ല. ചില ഭാഗങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ അത് പ്രോത്സാഹനജനകമല്ല. പഴയകാലത്ത് ഒരുപാട് ആലിമീങ്ങൾ ഇവിടെ കഴിഞ്ഞുപോയി. അവരാരും അങ്ങനെ ഒരു ശരിയ പിന്തുടർന്നവരോ പ്രോത്സാഹിപ്പിച്ചവരോ അല്ല. ലോകത്തുള്ള എല്ലാ സ്ത്രീകളും കൂടി ഒരു മയ്യത്തിൻ്റെ പേരിൽ നിസ്കരിച്ചാലും ഫർള് കിഫായ ഉള്ളുകയില്ല എന്നതാണ് മസ്അല. അത് എല്ലാ ഫുഖഹാവും പറഞ്ഞൊരു നിയമമാണ്.
സ്ത്രീകൾ, ലോകത്തുള്ള എല്ലാ സ്ത്രീകളും കൂടി ഒരു മയ്യത്തിന്റെ മേൽ മയ്യത്ത് നിസ്കരിച്ചു. എന്നാലും ഫർദ് കിഫായ വീടൂല. അതേസമയം പുരുഷവർഗത്തിൽപ്പെട്ട ഒരു കുട്ടി നിസ്കരിച്ചാൽ മതി, ഫർദ് കിഫായ വീടി. ഫർദ് കിഫായ വീടാൻ എത്ര പേര് നിസ്കരിക്കണം എന്നതിലൊരു ചർച്ചയുണ്ട്. ചില ഇമാമിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കുക എന്ന് നബിതങ്ങൾക്കും എന്ന ബഹുവചനത്തിന്റെ പദം ഉപയോഗിച്ചതുകൊണ്ട് 3 ആളുകൾ വേണം. ചില ഉലമാവ് പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ഒരാൾ നിസ്കരിച്ചാൽ മതി. ശാഫിഈ മദ്ഹബിലെ മുഅ്തമദായ അഭിപ്രായമനുസരിച്ച് ഒരു നാട്ടിൽ മരണപ്പെട്ട മയ്യത്തിന്റെ പേരിൽ ഒരാൾ നിസ്കരിച്ചാൽ തന്നെ ഫർദ് കിഫായ വീടുന്നതാണ്. അപ്പൊ സ്ത്രീകള് എല്ലാവരും കൂടി മയ്യത്ത് നിസ്കരിച്ചാലും പുരുഷന്മാരുടെ മേലിലാണ് ആ ബാധ്യത എല്ലാം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഒരു പുരുഷനെങ്കിലും നിസ്കരിക്കാത്ത കാലത്തോളം അവിടെ മയ്യത്ത് നിസ്കാരം നടന്നതായി പരിഗണിക്കുകയില്ല. അതുകൊണ്ട് മയ്യത്തിന്റെ പേരിലുള്ള ആദ്യത്തെ നിസ്കാരം തന്നെ അതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട പുരുഷന്മാരാകണം എന്ന ഒരഭിപ്രായത്തിലാണ് കഴിഞ്ഞകാല മുസ്ലിമീങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ നിസ്കരിച്ചാൽ സഹീഹാകുമോ സഹീഹാവുകയില്ലയോ എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, സ്ത്രീകളുടെ മയ്യത്ത് നിസ്കാരത്തെക്കുറിച്ച്. ഏതായിരുന്നാലും പഴയ കാലത്ത് ഒരുപാട് പണ്ഡിതന്മാർ, വളരെ സൂക്ഷ്മശാലികളായ ഒരുപാട് പണ്ഡിതന്മാർ, സമുന്നതരായ പണ്ഡിതന്മാർ കഴിഞ്ഞുപോയി. അവരൊന്നും അവരുടെ കുടുംബത്തോടോ അല്ലെങ്കിൽ നാട്ടുകാരോടോ വീട്ടുകാരോടോ ഇതുപോലെ ഒരു ഉപദേശം നടത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ മയ്യത്തെടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനു മുമ്പായി നമ്മൾ ചെയ്യുന്നത് എന്താ? മയ്യത്ത് കട്ടിലയിൽ വെച്ചിട്ട് ഒരു ദുആ പാസ്സാക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. തബഖാത്ത് ഇബ്നു സഅദ് എന്ന് പറയുന്ന വിസ്തൃതമായ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് ഗ്രന്ഥമുണ്ട്. അതിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ മയ്യത്തെടുത്തിട്ട് മയ്യത്ത് കട്ടിലയിൽ കിടത്തി. അപ്പോഴാണ് ജനാസ എന്ന് പറയാം. മയ്യത്ത് കട്ടിലയിൽ കിടത്തിയ മയ്യത്തിനാണ് ജനാസ എന്ന് പറയുന്നത്. അങ്ങനെ മയ്യത്ത് കട്ടിലയിൽ വെച്ചിട്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. ബാക്കിയുള്ളവരെല്ലാം ആമീൻ ആമീൻ എന്ന ഉച്ചത്തിൽ അതിന് ഇജാബത്ത് നൽകി എന്ന് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു തന്റെ തബഖാത്തിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ മയ്യത്തെടുത്തു കൊണ്ടുപോകുമ്പോൾ ദുആ അത് സുന്നത്താണ്. അത് വീടിന്റെ ഉള്ളിൽ വെച്ച് മയ്യത്ത് കിടത്തിയിട്ട് ദ്വാരുന്നാ പോരാ, അത് മയ്യത്ത് കട്ടിലയിൽ വെക്കണം, എന്നിട്ട് ദുആ ചെയ്യണം. അതാണ് സുന്നത്ത്. അതാണ് ഇബ്നു സഅദ് റളിയല്ലാഹുവിന്റെ തബഖാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചെയ്തതും ബാക്കിയുള്ള സ്വഹാബത്ത് അംഗീകരിച്ചതുമായ ആ ശൈലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ മയ്യത്ത് കട്ടിലയും എടുത്തിട്ട് കൊണ്ടുപോവുകയാണ് പള്ളിയിലേക്ക്. കൊണ്ടുപോകുമ്പോൾ 2 രൂപമുണ്ട്. പറയുമ്പോൾ എല്ലാം പറയണല്ലോ നമ്മൾ. ഒന്നിരിക്കൽ മുമ്പിൽ ഒരാള്, ബാക്കിൽ 2 ആള്. അപ്പൊ മുമ്പിൽ ആള് ഇത് മയ്യത്ത് കട്ടിലാണെങ്കിൽ ഇവിടെ നിൽക്കും, എന്നിട്ട് അദ്ദേഹത്തിന്റെ 2 കയ്യിലുമായിട്ട് ചുമന്നു കൊണ്ടുപോകും. ബാക്കിൽ 2 ആള്, ഒരാളുടെ വലത്തെ തോളില് ഒരാളുടെ ഇടത്തെ തോളില്. മയ്യത്ത് കട്ടില എപ്പോഴും മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തലഭാഗം മുമ്പിലേക്കാണ്. പോകുന്നത് കിഴക്കോട്ടായിരിക്കാം, പക്ഷെ എന്നാലും തല കിഴക്കോട്ട് മുമ്പിലേക്ക് എന്ന് പറഞ്ഞാൽ കിബിലയുടെ ഭാഗത്തേക്കാകണം എന്ന നിയമമില്ല. ഏത് ഭാഗത്തേക്ക് നമ്മൾ സഞ്ചരിച്ചാലും മയ്യത്തിന്റെ തല പോകുന്ന ആ ദിശയിലേക്ക് തിരിക്കണം. കൂടെ പോകുന്ന ആളുകൾ മുമ്പിൽ നടക്കണോ ബാക്കിൽ നടക്കണോ? മുമ്പിൽ നടക്കണം. മയ്യത്ത് തിരിഞ്ഞു നോക്കിയാൽ കാണും വിധത്തിൽ മുമ്പിൽ നടക്കണം. വാഹനത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് നടന്നു പോകലാണ് എന്ന് പറയേണ്ടതില്ല.
മയ്യത്ത് ചുമക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പുണ്യമുള്ള കാര്യമാണ്. മയ്യത്ത് കുളിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. സഹാബത്തടക്കമുള്ള സമുന്നതരായ പല ആളുകളും മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുമായിരുന്നു എന്ന് ഹദീസിലുണ്ട്. അതിലൊരു നാണക്കേടൊന്നുമില്ല. ഒരാളുടെ സ്റ്റാൻഡേർഡിന് അതിൽ കുറവാണ് അങ്ങനെയും വിചാരിക്കണ്ട. മയ്യത്തുമായി ബന്ധപ്പെടുന്ന ഏതൊരു കാര്യത്തിനും വലിയ പ്രതിഫലമാണ്. മയ്യത്ത് മറമാടുന്നത് വരെ അതുമായി സഹകരിക്കുന്ന ആളുകൾക്ക് 2 ഖീറാത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അമൽ ഖീറാത്ത് യാ റസൂലല്ലാഹ്, എന്താണ് ഈ ഖീറാത്ത്? അതെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉഹദ് മലയോളം വലുപ്പമുള്ള പ്രതിഫല കൂമ്പാരമാണ് ഖീറാത്ത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ മയ്യത്തിനെ ചുമന്നുകൊണ്ട്, ജനാസ ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഒരു ശൈലി, മുമ്പിൽ ഒരാൾ, ബാക്കിൽ 2 ആൾ. രണ്ടാമത്തെ ശൈലി 4 ആൾ. അത് പറഞ്ഞ മാതിരി തന്നെ ഓരോരുത്തരുടെ തോള് വെച്ചിട്ട് മുമ്പിൽ 2 ആൾക്കാരും ബാക്കിൽ 2 ആളുകളും ഈ നിലക്ക് പോവാം. ഏറ്റവും നല്ലത് ഖുർആൻ പറയുന്നു, 2ഉം ഹദീസിൽ വന്നതുകൊണ്ട് ഇത് 2ഉം പ്രവർത്തിക്കണമെന്നാണ്. അപ്പോൾ കുറച്ച് ഭാഗം നടന്നു പോകുമ്പോൾ 3 ആളുകൾ, കുറച്ച് ഭാഗം നടന്നു പോകുമ്പോൾ 4 ആളുകൾ. 2 ഹദീസുകൾ വരുമ്പോൾ ഫുഖഹാ അങ്ങനെയാണ് ചർച്ച ചെയ്യുക, ജമ്മ് ചെയ്യുക, സംയോജിപ്പിക്കുക. അങ്ങനെ മയ്യത്ത് കൊണ്ടുപോയിട്ട് പള്ളിയിലെത്തിയാൽ പിന്നെ ജമാഅത്തായി നിസ്കരിക്കുന്നു. 3 സഫുകളാണ് ജമാഅത്തിന് നല്ലത്. ആളുകൾ വർദ്ധിക്കുക എന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. ഒരാൾ നിസ്കരിച്ചാൽ തന്നെ മയ്യത്തിന്റെ ഫർദ് കിഫായ വീടുമെങ്കിലും എത്ര ആളുകൾ വർദ്ധിക്കുന്നു അതിനനുസരിച്ച് ആ മയ്യത്തിന് പ്രതിഫലം കൂടും. ഒരു ഹദീസിൽ 40 ആളുകൾ ഒരു മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചാൽ, ശുപാർശ ചെയ്താൽ ആ ശഫാഅത്ത് അല്ലാഹു തആല സ്വീകരിക്കുമെന്ന് കാണാം. വേറെ ഒരു ഹദീസിൽ 100 ആളുകൾ ഒരു മയ്യത്തിന് വേണ്ടി ശഫാഅത്ത് ചെയ്താൽ ആ ശുപാർശ അല്ലാഹു അംഗീകരിക്കും എന്നും ഹദീസിൽ കാണാം. മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സഫുകൾ 3 സഫെങ്കിലും ചുരുങ്ങിയത് വേണം. അങ്ങനെയാണ്. ആളുകൾ എത്ര കുറവായാലും 3 സഫ് ആക്കണം. അവിടെ സഫ് പൂർത്തിയായില്ല എന്നുള്ള പ്രശ്നം മയ്യത്ത് നിസ്കാരത്തിലില്ല. 7 ആൾക്കാരേ ഉള്ളൂ. 4, ഒരാള് ഇമാമ്, 2 ആള് ഒരു സഫ്, 2 ആള് 2ാം സഫ്, 2 ആള് 3ാം സഫ്, അങ്ങനെ 7 ആൾക്കാർ. അങ്ങനെ 3 സഫുകൾ വേണം. അതില്ലാത്തടത്ത് എന്താ ചെയ്യാൻ കഴിയൂല. ഉള്ള ആളുകളെ കൊണ്ട് ഒരു 3 സഫെങ്കിലും. ഇനി 3 സഫിൽ ഒതുങ്ങുന്നില്ല, എന്നാ പിന്നെ ഒരു 5 സഫ്. ഒറ്റയാക്കൽ സുന്നത്താണ്. 2 ആളുണ്ടാ മതി. 4ാമത്തെ സഫയിൽ നിന്ന് 2 ആളും കൂടി ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുക, 5ാമത്തേൽ നിൽക്കുക. അപ്പൊ 4 പൂർത്തിയായില്ലല്ലോ, അത് നോക്കണ്ട. പൂർത്തിയാവുക എന്ന പ്രശ്നം മയ്യത്ത് നിസ്കാരത്തിലില്ല. സഫുകൾ പൂർത്തിയാവുക എന്ന പ്രശ്നം മയ്യത്ത് നിസ്കാരത്തിലില്ല. മയ്യത്ത് നിസ്കാരം ഒരു വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ചില ആളുകൾ പറയാറുണ്ട്, ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ച ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അത് ഫലിക്കൂല. അവർക്ക് വലിയ അബദ്ധമാണ് സംഭവിച്ചത്. സുബ്ഹാനല്ലാഹ്. ലോകത്ത് അല്ലാഹു തആല ചെയ്ത ഒരു വലിയ അനുഗ്രഹമാണ് മറ്റുള്ളവരുടെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം മറ്റുള്ളവർക്ക് ഉപകരിക്കുക എന്ന് പറയുന്നത്. നമ്മളൊരാൾ ചെയ്തിട്ട് എന്താണ് ഉണ്ടാവുക എന്നാലോചിച്ച് നോക്കിങ്ങൾ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ 4 ലക്ഷം ആളുകളാണ് മയ്യത്ത് നിസ്കരിച്ചത്. ചരിത്രത്തിൽ നമുക്ക് കാണാം. അതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ മയ്യത്ത് നിസ്കരിച്ച സംഭവങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ വലിയ വലിയ സാദാത്യങ്ങളും ആലിമീങ്ങളൊക്കെ മരണപ്പെട്ട് പോയ സമയത്തുണ്ടായിട്ടുണ്ട്. അതുപോലെ അവരൊരുപാട് ഖുർആൻ പാരായണങ്ങൾ നടത്തുന്നു. ഇപ്പൊ ഷെയ്ഖ് സായിദ് മരണപ്പെട്ടു പോയി. ദീനിനു വേണ്ടി ഒരുപാട് സംഭാവന ചെയ്ത നല്ല ഒരു ഭരണാധികാരിയായി. അദ്ദേഹത്തിന്റെ മഖാമിൽ ഇപ്പോഴും മുടങ്ങാതെ
മരിച്ച അന്ന് മുതൽ ഈ സമയം വരെയും വിശുദ്ധമായ ഖുർആൻ പാരായണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് മഖാമുകളുണ്ട്. അപ്പൊ ഇതുപോലെ മറ്റുള്ളവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം പടച്ചോനെ അത് എൻ്റെ ബാപ്പാക്ക് എത്തിക്കണേ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്ക് എത്തിക്കണേ. നമ്മളിപ്പോൾ ഈ സദസ്സിൽ വെച്ച് പാരായണം ചെയ്യുന്ന വിശുദ്ധമായ ഖുർആനിന്റെ സവാബ് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മോമിനിയങ്ങളുടെ അർവാഹുകളിലേക്ക് എത്തിക്കണേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആലോചിച്ച് നോക്കി, അവർ മരണപ്പെട്ടു പോയതിന് ശേഷവും ആയിരക്കണക്കിന് ആളുകൾ ചെയ്യുന്ന ഇബാദത്തിന്റെ പ്രതിഫലം ആ മയ്യത്തിന് ഉപകരിക്കുക എന്ന് പറയുമ്പോൾ അതെന്തൊരു വലിയ ബെനിഫിറ്റാണ്. എന്താണ് അവർ നമ്മൾ തമ്മിലുള്ള ബന്ധം? ഈമാനികമായ ബന്ധം. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നാം മറ്റുള്ളവർക്ക് വേണ്ടി നാം ചെയ്ത സൽക്കർമ്മങ്ങളെ ഹദിയ ചെയ്യുമ്പോൾ അത് അവർക്ക് ഉപകരിക്കുന്നു. പറഞ്ഞുകൊണ്ട് വരുന്നത്, അത് ഉപകരിക്കുകയില്ല എന്ന് പറയുന്ന പുത്തൻ പ്രസ്ഥാനക്കാർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മയ്യത്ത് നിസ്കാരം തന്നെ. അവരും മയ്യത്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ, അപ്പോഴോ അതെത്തുവോ? ജീവിച്ചിരിക്കുന്ന ആൾ ചെയ്തിട്ട് മരിച്ചവർക്ക് ചെയ്തിട്ട് കാര്യമല്ല എന്ന് പറയുന്ന ആളുകളും മയ്യത്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ. മയ്യത്ത് നിസ്കാരത്തിൽ എന്താണ്? ഖുർആൻ ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, ദ്വാരക്കുന്നു. അതന്നെയല്ലേ നമ്മൾ ചെയ്യണത്. അപ്പൊ മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്തിട്ട് കാര്യമല്ല എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ മറുപടി മയ്യത്ത് നിസ്കാരമാണ്. മയ്യത്ത് നിസ്കാരം നൽകുന്ന സന്ദേശം, ജീവിച്ചിരിക്കുന്ന ആൾ ദ്വാരനാലും മയ്യത്തിന് കിട്ടും, ജീവിച്ചിരിക്കുന്ന ആൾ സ്വലാത്ത് ചൊല്ലിയാൽ അതിന്റെ കൂലിയും മയ്യത്തിന് കിട്ടും, ജീവിച്ചിരിക്കുന്ന ആൾ ദിക്ർ ചൊല്ലിയാലും കിട്ടും, ജീവിച്ചിരിക്കുന്ന ആൾ ദ്വാരനാലും കിട്ടും. കാരണം മയ്യത്ത് നിസ്കാരത്തിൽ അതാണുള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഇതൊക്കെ ദിക്റുകളാണ്. പിന്നെ ഫാത്തിഹ ഓതലാണ്, അത് ഖുർആനാണ്. പിന്നെ ഇബ്രാഹിമിയ സ്വലാത്താണ്. സ്വലാത്തുകളിൽ വെച്ച് ശ്രേഷ്ഠമായ സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത്. പിന്നുള്ളത് മയ്യത്തിന് വേണ്ടിയുള്ള ദുആയാണ്. എന്താണ് വേണ്ടത്? നമ്മളിപ്പോൾ എന്താ ചെയ്യണത്? ഖുർആൻ ഓതി ഹദിയ ചെയ്യും. അതുപോലെ നമ്മൾ സ്വലാത്ത് ചൊല്ലി ഹദിയ ചെയ്യും, ദിക്റുകൾ ചൊല്ലി ഹദിയ ചെയ്യും, മയ്യത്തിന് വേണ്ടി ദ്വാരക്കും. അപ്പൊ മരിച്ച മയ്യത്തിന് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന ഖുർആനും ദിക്റും സ്വലാത്തും ദുആയും എല്ലാം മയ്യത്തിന് ഫലപ്പെടുമെന്ന ഒരു വലിയ സന്ദേശമാണ് മയ്യത്ത് നിസ്കാരം നമുക്ക് നൽകുന്നത്. വിശദമായി പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് മയ്യത്ത് നിസ്കാരം എന്ന വിഷയത്തെക്കുറിച്ച് നാളെ നമുക്ക് പറയണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്നും നിസ്കരിക്കാം. അയാൾ മരണപ്പെട്ടു പോയാലേ എന്ന് വരെ മയ്യത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതില്ല, നമ്മൾ ഷാഫിക്കാരാണല്ലോ, നമ്മൾ ഷാഫി മദ്ഹബ് അപ്പൊ പറയുന്നത്. ഹനഫി മദ്ഹബിൽ ഗായിബായ മയ്യത്ത് നിസ്കാരം ഇല്ല, വെച്ചുള്ള നിസ്കാരമേ ഉള്ളൂ. ഷാഫി മദ്ഹബിൽ മറമാടിയതിന് ശേഷവും നിസ്കരിക്കാം. ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, മദീനത്തെ പള്ളി അടിച്ചു വാരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. അപ്പോ കുറച്ച് ദിവസമായിട്ട് ആ സ്ത്രീയെ കണ്ടില്ല. നബി തങ്ങൾ ചോദിച്ചു, അടിച്ചു വാരുന്നൊരു പെണ്ണുണ്ടായിരുന്നല്ലോ, ഇപ്പൊ കാണുന്നില്ല, എന്ത് പറ്റി? അപ്പൊ സഹാബത്ത് പറഞ്ഞു, മരിച്ചു പോയല്ലോ, അറിഞ്ഞില്ല നബിയെന്ന് വെച്ചു. എന്നിട്ട് നിങ്ങൾ എന്താണ് ഈ പള്ളിക്ക് വേണ്ടി സേവനം ചെയ്ത ഒരു പെണ്ണ് മരണപ്പെട്ട കാര്യം എന്നോട് പറയാതെ പോയതെന്ന് വെച്ചു. എന്നിട്ട് ഉടനെ തന്നെ അവരെയും കൂട്ടി പോയി ഖബറിന്റെ അരികിൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. അപ്പൊ മറഞ്ഞ ഒരു മയ്യത്തിന്റെ പേരിൽ നിസ്കരിക്കാം എന്ന് ആ വിധിയിൽ നിന്ന്, ആ പ്രവർത്തനത്തിൽ നിന്ന് മഹാന്മാരായ ഫഖഹാ കണ്ടെത്തി. എത്യോപ്യയിലെ നജ്ജാശി രാജാവ് മരണപ്പെട്ടു എന്ന വാർത്ത നബി തങ്ങൾ അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലെ മറഞ്ഞ മയ്യത്തിന്റെ പേരിൽ നിസ്കരിച്ചു. ഈ രണ്ട് ഹദീസുകൾ വെച്ചുകൊണ്ട് സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്.
ഇതിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, മറഞ്ഞ മയ്യത്തിന്റെ പേരിൽ നിസ്കരിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളെ പള്ളിക്കാട്ടിൽ മറവ് ചെയ്ത മയ്യത്തിന്റെ പേരിൽ ഇവിടെ നിസ്കരിക്കാൻ പറ്റൂല. ഈ നാട്ടിൽ മരണപ്പെട്ടു പോയ മയ്യത്തിന്റെ പേരിൽ ഈ നാട്ടിൽ വെച്ച് നിസ്കരിക്കാൻ പറ്റൂല. ഈ നാട്ടിൽ വെച്ച് ഒരാൾ മയ്യത്ത് നിസ്കരിച്ചിട്ടില്ലായിരുന്നു, അയാൾക്ക് വേണമെങ്കിൽ ഖബറിനെ പോയി നിസ്കരിക്കാം. മനസ്സിലായോ? ഖബറിനെ നിസ്കരിക്കാം. ആ ഇപ്പൊ സലാമലൈക്കും ചോദിച്ചല്ലോ എപ്പോഴാണ് ഈ മയ്യത്ത് നിസ്കാരത്തിന്റെ എൻഡ്? അങ്ങനെയൊന്നുമില്ല. അത് നിസ്കരിക്കാത്ത ആൾക്ക് എന്നും നിസ്കരിക്കാം. പിന്നെന്താന്ന് വെച്ചാൽ നിസ്കരിക്കുന്ന ആൾക്ക് ഈ മയ്യത്തിന്റെ പേരിൽ നിസ്കരിക്കാനുള്ള അർഹത എപ്പോ ഉണ്ടാവണം? മരിക്കുന്ന സമയത്ത് ഉണ്ടാകണം. അപ്പൊ നമ്മൾ നബിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നബി തങ്ങൾ മരിച്ച സമയത്ത് നമ്മളില്ലല്ലോ. നമ്മളെ വല്യപ്പാന്റെ പേരിൽ നമ്മൾ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ഏത് വല്യപ്പ? കാണാത്ത വല്യപ്പ. എന്റെ ഉമ്മാനപ്പാനെ ഞാൻ കണ്ടില്ല. ആ ഉമ്മാന്റെ ഉപ്പാന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ നമുക്ക് പറ്റൂല. കാരണം ഉമ്മാന്റെ ഉപ്പ മരിച്ച ദിവസം ഞാനില്ല. അപ്പൊ അതാണ് കണക്ക്. ഇപ്പൊ പ്രവാചകന്മാരുടെ പേരിൽ നമുക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റൂല. കാരണം എന്താണ്? ഒരു മരിച്ച ദിവസം നമ്മളില്ല. അപ്പൊ ഏതൊരു മയ്യത്തിന്റെ പേരിലാണോ നമ്മൾ നിസ്കരിക്കുന്നത്, ആ മയ്യത്തിന്റെ പേരിൽ നിസ്കരിക്കാൻ പറ്റുന്നവരായിരിക്കണം നമ്മൾ. അവരെ കൂടെ ജീവിച്ചുള്ളവരായിരിക്കണം, പ്രായപൂർത്തി എത്തിയവരായിരിക്കണം. അതുകൊണ്ട് കുട്ടികൾക്ക് മയ്യത്ത് നിസ്കാരമില്ല. മയ്യത്ത് കുട്ടിയാകുമ്പോഴല്ല, നിസ്കരിക്കുന്ന ആൾ കുട്ടിയാകുമ്പോൾ അവനെന്തില്ല? മയ്യത്ത് നിസ്കാരമില്ല. വായിബായ നിലയിലുള്ള മയ്യത്ത് നിസ്കാരം ഇല്ല. നമ്മൾ മരിക്കുന്ന സമയത്ത് പ്രായപൂർത്തിയോടുകൂടെ ഉള്ള അവസ്ഥയിലുള്ള മയ്യത്തിന്റെ പേരിലെല്ലാം നിസ്കരിക്കാം. നമ്മൾ പ്രായപൂർത്തിയായ അവസ്ഥയിൽ ആ മയ്യത്ത് മരിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ ആ മയ്യത്തിന്റെ പേരിൽ ഒന്നും നിസ്കരിക്കാൻ പറ്റില്ല. നമ്മളെ നാട്ടിൽപ്പെട്ട ഒരു മയ്യത്തിന്റെ പേരിൽ വായിബായ നിലയിൽ മയ്യത്ത് നിസ്കാരമില്ല. കുശേരിക്കോട്ടയിൽ മറമാടിയ ഒരു മയ്യത്തിന്റെ പേരിൽ ആ നാട്ടുകാരൻ തന്നെയാണ്, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇവിടെ ഒന്ന് നിസ്കരിക്കാം വായിബായിട്ട്, അതിന് കുഴപ്പമില്ല. നമ്മുടെ ഈ പോരൂക്കരയിൽ അടങ്ങിയ ഒരു മയ്യത്തിന് വേണ്ടി പോരൂക്കരയിൽ വെച്ച് തന്നെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുക, അത് പറ്റൂല. വേണമെങ്കിൽ പറ്റും. എന്ത്? ഖബറിനെ പോയിട്ട് നിസ്കരിക്കാം. ഗൾഫിലുള്ള പ്രവാസിയായ ആള് മയ്യത്ത് നിസ്കാരത്തിന് എത്തിയില്ല എങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് വന്ന ഉടനെ തന്നെ ഉളവുണ്ടാക്കിയിട്ട് ഖബറിനെ പോയി മയ്യത്ത് നിസ്കരിക്കാം. അത് എത്ര ദിവസവും നിസ്കരിക്കാം. ആകെ നിബന്ധന ഇതേ ഉള്ളൂ, ഇത് മരിക്കുന്ന സമയത്ത് അവൻ പ്രായപൂർത്തിയോടുകൂടെ ജീവിച്ചിരിപ്പുള്ളവനായിരിക്കണം എന്ന കാര്യം മാത്രം. ഖായിബായ മയ്യത്ത് നിസ്കാരത്തെ ശാഫിഈ മദ്ഹബ് അംഗീകരിക്കുന്നു. മറ്റു മദ്ഹബുകളിൽ, ഹനഫി മദ്ഹബുകളിൽ അങ്ങനെ ഒരു നിസ്കാരം ഇല്ല. ഒരാളൊരു സംശയം ചോദിച്ചു ഈ സൊഫ അടുത്ത് നിൽക്കുന്നതിനെ കുറിച്ച്. അവിടുന്ന് സൊഫ അടുത്ത് നിൽക്കൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യം അല്ല. അടുത്ത് നിൽക്കാതിരിക്കുകയാണ് വേണ്ടത്. കാരണം മയ്യത്ത് നിസ്കാരത്തിലാണെങ്കിൽ പോലും സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കൽ സുന്നത്താണ്. അത് നഷ്ടപ്പെടുകയാണല്ലോ. പിന്നെ നമ്മൾ നോക്കുന്നത് ഇദ്ദേഹത്തിന്റെ മുതുകിലേക്കാണ്. പിന്നെ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കൽ തമാശയായിട്ട് പറഞ്ഞു, എന്ത് ചിലപ്പോൾ ബാപ്പ മരിക്കുമ്പോൾ മാത്രം പള്ളിയിൽ വരുന്ന ആൾക്കാരുണ്ടാവും. ഓല അടുത്ത് നിൽക്കുമ്പോൾ മനസ്സിലാക്കും അത് അദ്ദേഹം സാധാരണ നിസ്കരിക്കുന്ന നിസ്കാരമല്ല കേട്ടോ, അതെന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഈ നിസ്കാരത്തിന്. അല്ലെങ്കിൽ പിന്നെ ആ നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിക്കും, അല്ലടാ പണ്ട് ഇങ്ങനെ കുനിയലും നീരലൊക്കെ ഉണ്ടായിരുന്നില്ല, എപ്പോൾ എന്തൊക്കെ എടുത്ത് ഒഴിവാക്കിയ. അപ്പൊ പറയുന്നത് അത് ഈ കൊറോണക്ക് ശേഷം പിന്നെ അതൊക്കെ ഒഴിവാക്കിയെന്ന് പറയേണ്ടി വരും മൂപ്പരോട്. അപ്പൊ ആ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യുക, അത്ര മാത്രമല്ല. സുന്നത്ത് പിന്നെ ജനങ്ങൾ വല്ലാതെ കൂടുമ്പോ അങ്ങനെയുണ്ടല്ലോ, പള്ളിയിൽ സ്ഥലമില്ലെങ്കിൽ പിന്നെ നിൽക്കൽ മാത്രമല്ലേ ഇതിനുള്ളൂ, സുജൂദില്ലല്ലോ. അപ്പോൾ പരമാവധി ആ സ്ഥലത്തെ കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആളില്ലാത്തവർക്ക് ചെയ്യേണ്ടത് സുജൂദിന്റെ മഹല് കാണും വിധത്തിൽ അകലം നിന്നുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. സൊഫ് നേരെയാവൂല, ഈ അടുത്ത് നിൽക്കുമ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്, വളഞ്ഞേ പോകുള്ളൂ. ശരി, അസ്സലാമു അലൈക്കും.